പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് അതുല്യ നടന്മാരിൽ ഒരു നടനാണ് മമ്മൂട്ടി, മറ്റത് മോഹൻലാൽ. കഴിഞ്ഞ 40-40 വർഷക്കാലമായി 80-കൾ മുതൽ നമ്മൾ കണ്ടു ശീലിച്ചതാണ് മഹാനടനായിട്ടുള്ള മമ്മൂട്ടിയുടെ അഭിനയ മികവും അഭിനയ തികവും അഭിനയ സിദ്ധിയുമൊക്കെ. ഇപ്പോഴും നമ്മൾ മമ്മൂട്ടിയെ വ്യത്യസ്തമായിട്ടുള്ള റോളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സിനിമകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോകളും നമ്മൾ ചെയ്യേണ്ടി വരും. കേരളത്തിന് ലഭിച്ച ഒരു വരദാനമാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥാപാത്രം എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇപ്പോഴും അദ്ദേഹമാണ് കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ, അതുല്യ നടന്മാരിൽ ഒരാൾ. ഇപ്പോഴും നമ്മൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ ആത്മനിർവൃതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകൾ കണ്ടിട്ടാണ്. ഇനിയും മമ്മൂട്ടി മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ മമ്മൂട്ടിയോട് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയ സിദ്ധിയെയും അഭിനയ തികവിനെയും ഒക്കെ സമ്പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോഴും അദ്ദേഹത്തോട് എനിക്ക് ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം എന്താ? ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ചാനലിൻ്റെ ചെയർമാനായി അദ്ദേഹം ഇരിക്കുന്നു. അതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം ഇതുപോലുള്ള മഹാനടന്മാരും അതുല്യ നടന്മാരും ഒക്കെ അവരവരുടെ നിഷ്പക്ഷതയല്ലേ അവർ പ്രകടിപ്പിക്കേണ്ടത്. അവരൊരു രാഷ്ട്രീയ പാർട്ടിയോടും ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ ജോലി എന്ന് പറയുന്നത് അഭിനയമാണ്. അഭിനയിച്ച് നമ്മളെല്ലാം സന്തോഷിപ്പിക്കുക, നമുക്ക് നല്ല നല്ല അവിസ്മരണീയമായിട്ടുള്ള കഥാപാത്രങ്ങളെ നൽകുക, അതാണ് അവരുടെ ഒരു പ്രൊഫഷൻ. അതിൽ അവർ ആടി തിമിർക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഞാനതാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു പാർട്ടി ചാനലിൻ്റെ ചെയർമാനായി മമ്മൂട്ടി ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അലോസരം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും കൈരളിയുടെ ചെയർമാനായി ഒരു സിനിമ കണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചാനലായിട്ടുള്ള ജയ് ഹിന്ദിൻ്റെ ചെയർമാനായിട്ട് മോഹൻലാൽ ഇരുന്നാലും എനിക്ക് ആ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അവർക്ക് വേണമെങ്കിൽ നിഷ്പക്ഷം എന്ന് പറയുന്ന മറ്റ് ചാനലുകളുടെയൊക്കെ വേണമെങ്കിൽ ചെയർമാനായിട്ടിരിക്കുക, വേണമെങ്കിൽ മനോരമ ചാനലിൻ്റെയോ അല്ലെങ്കിൽ മാതൃഭൂമി ചാനലിൻ്റെയോ ഒക്കെ ചെയർമാനായിട്ട് ഏതെങ്കിലും സിനിമാടന്മാരോ ഒന്നും ഞാൻ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ചാനലിൻ്റെ ചെയർമാനായി ഒരു അതുല്യ നടൻ ഇരിക്കുന്നത് ഒരു അസ്വസ്ഥജനകമല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഞാനൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ പണിക്ക് മമ്മൂട്ടി പോകുന്നത് എന്ന്. ആ പാർട്ടിയുടെ ചാനലാണെങ്കിൽ ഇപ്പോൾ CPM പോലും കാണുന്നില്ല, കാരണം മരംവെട്ടുകാരൻ്റെ ചാനലുണ്ട്. ആ പാർട്ടിയാണ് CPM-ൻ്റെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ നയങ്ങളെല്ലാം ആ മരംവെട്ടുകാരൻ്റെ ചാനലിൽ കൂടെയാണ് വന്നുകൊണ്ടിരിക്കുക. പോസ്കോ കേസിലെ പ്രതിയൊക്കെ ഉള്ള ആ ചാനലുണ്ടല്ലോ, അവരാണ് CPM-ൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് CPM പോലും ഈ കൈരളി ചാനൽ എന്ന് പറഞ്ഞ ഈ ചാനൽ കാണാറില്ല. പിന്നെ എന്തിനാണ് മമ്മൂട്ടിയെപ്പോലൊരു മഹാനടൻ, ഒരു അതുല്യ നടൻ ഈ കൈരളി ചാനലിൻ്റെ ചെയർമാനായി 10-20 വർഷമായി ഇരിക്കുന്നത് എന്ന് പല അവസരത്തിലും പല ആവർത്തി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എനിക്കറിയില്ല, ചിലപ്പോൾ ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ ഒരു വിശാല മനസ്കത, ഒരു വലിയ മനസ്സായിരിക്കും ചിലപ്പം അതിന് കാരണം എന്നെനിക്ക് തോന്നുന്നു. സാധാരണ നടന്മാരൊന്നും അങ്ങനെ ചെയ്യാൻ തയ്യാറാവാറില്ല. അപ്പോൾ അത്രയേറെ മഗ്നാനിമിറ്റി കാണിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. കഴിഞ്ഞ 20 വർഷക്കാലമായി CPM-ൻ്റെ ചാനലായിട്ടുള്ള കൈരളി ചാനലിൻ്റെ ചെയർമാനായി മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഹാനടൻ അവിടെ ഇരിക്കുകയാണ്. ആ നടനെക്കുറിച്ചിട്ട് വലിയ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഇപ്പോൾ മോഹൻലാലിനെ പോലെ ഉയർന്നു വന്നിട്ടുള്ള അത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഈ മഹാനടനെതിരെ ഉയർന്നു വന്നിട്ടുമില്ല. അതേ 70 വയസ്സ് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് അവിസ്മരണീയമായിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം സമ്മാനിച്ച് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ പല പരിപാടികളിലും അദ്ദേഹം വന്ന് പങ്കെടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. കാരണം പാർട്ടിയുടെ ഒരു ചാനലിൻ്റെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയൊക്കെ പറയുമ്പോൾ പരിപാടികളിൽ പങ്കെടുക്കാതെ ഇരിക്കാനായി ആ നടന് കഴിയില്ലോ. അദ്ദേഹം വന്ന് പങ്കെടുത്തിട്ടൊക്കെ പോകുന്നുണ്ട്. അത് പോട്ടെ, നമ്മളതൊന്നും വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ പറയാറ്. സുഹൃത്തുക്കളെ, ഈ അടുത്ത ദിവസം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവർക്ക് ഒരു ടൗൺഷിപ്പ് തയ്യാറായി. ആ ടൗൺഷിപ്പ് തയ്യാറായി അത് വലിയ ഒരു PR എക്സർസൈസായിട്ട് അത് മാറ്റി. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അത് വലിയൊരു PR എക്സർസൈസാക്കി അത് മാറ്റി വലിയ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അവിടെ ആ ഉദ്ഘാടനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഹാനടൻ ആരെയും അറിയിക്കാതെ
ആ ടൗൺഷിപ്പ് ഒന്ന് സന്ദർശിച്ചു. വ്യാപകമായി പത്രക്കാരെല്ലാം വിളിച്ചറിയിച്ച് ഞാൻ അവിടെ ചെല്ലുമെന്നും പറഞ്ഞൊന്നുമല്ല അദ്ദേഹം പോയി. അദ്ദേഹം CPM-ൻ്റെ നേതാക്കളെപ്പോലും ഔദ്യോഗികമായി അറിയിച്ചോ എന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം അവിടെ ചെല്ലുന്നു. സ്വകാര്യ സന്ദർശനം എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത്. അദ്ദേഹം ആ ടൗൺഷിപ്പൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വകാര്യമായിട്ട് അവിടെ ചെന്നത്. ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സ്വകാര്യ സന്ദർശനത്തിന് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ CPM-ൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ്റെ കാൻഡിഡേറ്റാണ് കേട്ടോ. വയനാട് ജില്ലാ സെക്രട്ടറി പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ വളരെ ജനസമ്മതനായിട്ടുള്ള ഗഗാറിൻ എന്നും പറഞ്ഞിട്ട് ഒരു ജില്ലാ സെക്രട്ടറി വന്ന് ആ ജില്ലാ സെക്രട്ടറിയെ വളരെ ഏകപക്ഷീയമായി വയനാട് ജില്ലാ സമ്മേളനത്തിൽ നീക്കിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റഫീഖിനെ കൊണ്ടുവന്നത്. കോഴിക്കോട് ജില്ലയിലും പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ്റെ എന്ത് പറഞ്ഞാലും തുല്യം ചാർത്തി കൊടുക്കുന്ന ഒരാളാണ് CPM-ൻ്റെ സംസ്ഥാനം. അപ്പം വയനാട് കൊണ്ടുവന്ന ഈ റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റിയാസിൻ്റെ കയ്യാളായിട്ടുള്ള ഈ ജില്ലാ സെക്രട്ടറി മമ്മൂട്ടി വന്നത് അറിഞ്ഞുകൊണ്ട് അയാൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ മമ്മൂട്ടി അവിടെ സ്വകാര്യ സന്ദർശനത്തിനാണല്ലോ വന്നത്. മമ്മൂട്ടി എവിടെയെല്ലാം നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ അവിടെ ചെല്ലുന്നു. ഇയാൾ അവിടെ ചെന്നിട്ട് മമ്മൂട്ടിയുടെ ഒപ്പം നിന്നിട്ട് എല്ലാ ദൃശ്യങ്ങളിൽ വരത്തക്ക വിധത്തിൽ വലിയ തോതിൽ ഷോ കാണിച്ചു അയാൾ മമ്മൂട്ടിയുടെ കൂടെ നിന്ന് വലിയ അഭിനയം കാണിച്ചു. കുറേ കഴിഞ്ഞപ്പം മമ്മൂട്ടിക്കൊരു അസ്കേത തോന്നി. എന്താണ് ഇയാൾ ഈ കാണിക്കുന്നതൊക്കെ തോന്നി. മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ കുറച്ചൊന്ന് അങ്ങോട്ട് മാറി നിൽക്ക്, അല്ലെങ്കിൽ നിങ്ങളാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് ജനങ്ങൾ കരുതും എന്ന് മമ്മൂട്ടി വളരെ മാന്യമായിട്ട് ആ വയനാട് ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞു. സ്വാഭാവികമല്ലേ അത്? കാരണം മമ്മൂട്ടി ഒരു ഔദ്യോഗിക പരിപാടിക്ക് വന്നതല്ല. മമ്മൂട്ടി ഒരു സ്വകാര്യമായി പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നതാണ്. മമ്മൂട്ടി വിളിച്ചിട്ടല്ല ഈ വയനാട് ജില്ലാ സെക്രട്ടറി അവിടെ വന്നത്. CPM-ൻ്റെ ഒരു പരിപാടിയിലോ അല്ലെ സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനോ അല്ല മമ്മൂട്ടി അവിടെ വന്നത്. അവിടെ അറിഞ്ഞു ചെന്ന ഇയാൾ മമ്മൂട്ടിയുടെ മുമ്പിൽ കിടന്ന് വലിയ തോതിൽ ഷോ കാണിക്കാൻ നിന്നപ്പോൾ മമ്മൂട്ടി വളരെ മാന്യമായി അയാളോട് ഒരല്പം മാറി നിൽക്കൂ, അല്ലെങ്കിൽ നിങ്ങളാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കും എന്ന് പറഞ്ഞു. അത് തീർത്തും സ്വാഭാവികമല്ലേ സുഹൃത്തുക്കൾ? അതിനകത്ത് എന്താണ് തെറ്റ്? സ്വാഭാവികമായും മമ്മൂട്ടി ആ പറയുന്നത് ദൃശ്യമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് വലിയ വാർത്തയായി. സ്വാഭാവികമല്ലേ? മമ്മൂട്ടി അങ്ങനെ പറയുമ്പോൾ അത് സ്വാഭാവികമായും അത് ദൃശ്യമാധ്യമങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാവും. ആ വാർത്തയായതിനെ തുടർന്ന് എന്താ സംഭവിച്ചത് സുഹൃത്തുക്കളെ? അത് വലിയ വാർത്തയായതിനെ തുടർന്ന് മമ്മൂട്ടിയെ ഈ CPM-ൻ്റെ ഈ സൈബർ കടന്നലുകളായിട്ടുള്ള കൂളി സംഘങ്ങൾ അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം മമ്മൂട്ടിക്കെതിരെ നടത്തി. സൈബർ ലിഞ്ചിങ് എന്ന് ഇവിടെ പറയും. അത് നടത്തി. ഈ കൂളികൾ, ഈ കടന്നൽ കൂട്ടങ്ങൾ, ഈ അച്ഛനാര അമ്മയാര പെങ്ങളാര എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഈ CPM-ൻ്റെ സൈബർ ഈ കൂളികൾ പിന്നെ മമ്മൂട്ടിയെ ഇനി വിളിക്കാൻ വൃത്തികേടും ചീത്തയൊന്നുമില്ല. അതിഭീകരമായി മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തി. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, CPM-ൻ്റെ ചാനലായിട്ടുള്ള കൈരളി ചാനലിൻ്റെ കഴിഞ്ഞ 20 വർഷമായി ചെയർമാനായി ഇരിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി. നമുക്കെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഈ പിണറായി സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരു നടനാണ് മമ്മൂട്ടി. ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു നടനാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടി കഴിഞ്ഞ 20 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഈ പാർട്ടിയുടെ ചാനലിൻ്റെ ചെയർമാനായി ഇരിക്കാൻ സന്മനസ് കാണിച്ച ഒരാളാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടിക്ക് വ്യക്തിഗതമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായപ്പോൾ മമ്മൂട്ടി വളരെ മാന്യമായി ആ ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞത് ആ വാർത്തയാക്കിയതിനെ തുടർന്ന് ഈ വൃത്തികെട്ടവന്മാരെ മമ്മൂട്ടി അവർക്കൊരു സുപ്രഭാതത്തിൽ മമ്മട്ടിയായി മാറി. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 20 വർഷമായി മമ്മൂട്ടിയായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൻ്റെ മഹാനടനായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി CPM-ആയിട്ട് സഹകരിച്ചു പോരുന്ന ആളായിരുന്നു. അയാളുടെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ, അയാളൊരു സ്വകാര്യ സന്ദർശനത്തിന് വന്നപ്പോൾ, ആ സ്വകാര്യ സന്ദർശനത്തിൽ അയാളോടൊപ്പം നിന്ന് ഷോ കാണിച്ചപ്പോൾ അതിൽ അതൃപ്തി തോന്നിയ മമ്മൂട്ടി അയാളോട് അല്പം മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ മമ്മൂട്ടി ഒരു ദിവസം കൊണ്ട് മമ്മട്ടിയായി മാറി. നമ്മൾ ആലോചിച്ച് നോക്ക്, എത്ര നികൃഷ്ട ജീവികളാണ്, എത്ര നീചന്മാരാണ്, എത്ര കൊളരാത്തവന്മാരാണ് ഈ CPM-ൻ്റെ ഈ സൈബർ കടന്നലുകൾ എന്ന് നമ്മൾ ആലോചിക്കുക. യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ പോലെ മമ്മൂട്ടിയെ 20 വർഷമായി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് മമ്മൂട്ടിയിൽ നിന്നൊരു വിമർശനം വന്നപ്പോൾ മമ്മൂട്ടിയെ എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പം ഇത് മമ്മൂട്ടി ഇത് പറയുന്നതിന് വരെ അവിടെ വന്നിട്ട് അതിഗംഭീരമായിരിക്കുന്നു, ഇത് പിന്നെ പിണറായി വിജയൻ്റെ വലിയ ഭരണ നേട്ടമാണ് എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഈ കടന്നൽ കൂട്ടം, ഈ കൂളികൾ,
ഈ മമ്മൂട്ടിയെ എടുത്ത് തുള വെക്കില്ലായിരുന്നു സുഹൃത്തുക്കളെ? മമ്മൂട്ടി അത് പറഞ്ഞില്ല. മമ്മൂട്ടിയുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞപ്പോൾ കാളി കൂളികൾക്ക് മമ്മൂട്ടി മോശക്കാരനായി മാറി. 20 വർഷമായി അവരോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന മമ്മൂട്ടി ഇപ്പം മമ്മട്ടിയായി മാറി ഈ കടന്നൽ കൂട്ടങ്ങൾക്ക്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, മമ്മൂട്ടി ഒരു അഭിപ്രായം പറഞ്ഞ എന്താ? മമ്മൂട്ടി ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പറഞ്ഞത് ഇത് ജനങ്ങളുടെ പണമാണ്, ഇത് സോഷ്യൽ ക്യാപിറ്റലാണ് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ ഈ ടൗൺഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ വിജയമാണ്, സോഷ്യൽ ക്യാപിറ്റലാണ്, ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ കാശാണ്. അതുകൊണ്ടാണ് ആ പണം കൊണ്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച 300 പേരുണ്ട്, അവരുടെ ദുരിതം അകറ്റാൻ വേണ്ടി അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടായത് ജനങ്ങളുടെ പണം കൊണ്ടാണ് എന്ന് മമ്മൂട്ടി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് പിണറായി വിജയൻ ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റ് കൊടുക്കാൻ മമ്മൂട്ടി തയ്യാറല്ല എന്നുള്ളതല്ലേ? ക്ലിയർ അല്ലേ? അതിലെന്താണ് സംശയമുള്ളത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? മമ്മൂട്ടി പറഞ്ഞാലേ 100% ശരി. 300 പേരെ അവിടെ മരിച്ചു. 300 പേരെ അവിടെ മരിച്ചപ്പോൾ ജനങ്ങളോട് സർക്കാർ പണം ചോദിച്ചു. ഏതാണ്ട് 700-750 കോടി രൂപയോ മറ്റുമാണ് പിന്നെ ജനങ്ങൾ ഈ ദുരിതത്തിൽ മരിച്ചവർക്ക് വേണ്ടി പിന്നെ സംഭാവന ചെയ്തത്. CMDRF എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ. അപ്പം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ കൊടുത്ത 700-800 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് വീടുണ്ടാക്കി കൊടുക്കലാണ് സർക്കാർ ചെയ്തത്. അതെങ്ങനെയാണ് പിണറായി വിജയൻ്റെ പിന്നെ തലയിലെ പൊന്തൂലാവുന്നത്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവരുടെ ഒരു ഭരണഘടനാ ബാധ്യത നിർവഹിക്കുകയല്ലേ സുഹൃത്തുക്കളെ ചെയ്തത്? ഇത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ചെയ്യില്ലായിരുന്നു, ഇത് കരുണാകരൻ സർക്കാർ ആയിരുന്നെങ്കിൽ അവർ ചെയ്യില്ലായിരുന്നു, ഇത് VS സർക്കാർ ആയിരുന്നെങ്കിൽ VS ചെയ്യില്ലായിരുന്നു. അത് അവരുടെ ബാധ്യതയല്ലേ, അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലേ? അതിന് പണം കൊടുത്തത് ജനങ്ങളല്ലേ? അപ്പം സർക്കാർ വെറും ഒരു ഇടനിലക്കാർ മാത്രമല്ലേ ആയിരുന്നത്? ഇനി 700-800 കോടി രൂപ കൊടുത്തു, 400 ചില്ലാനം വീടുകൾ പണിയും നടന്നത്, 170 ചില്ലാനം വീടുകളാണ് പണിതത്. അവിടെ തന്നെ റോഡ്, പാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കിടപ്പുണ്ട്. എന്ന് മാത്രമല്ല ഇതിൻ്റെ പുറകിൽ വലിയ അഴിമതികളുണ്ട് എന്ന് കേൾക്കുന്നു. ഊരാളെങ്കിൽ എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ കുറേ ആളുകൾ നടത്തുന്ന ഒരു സംവിധാനമുണ്ട്, അവർക്ക് ഒരുപാട് പണം അനധികൃതമായി കൊടുത്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽപ്പുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു ബാധ്യത, ഒരു ഭരണഘടനാ ബാധ്യത നിർവഹിച്ചിട്ട് അത് തങ്ങളുടെ നേട്ടമാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും നീചവും നികൃഷ്ടമായിട്ടുള്ള ഒരു സമീപനമല്ലേ പിണറായി സർക്കാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ പിന്നെ മമ്മൂട്ടി അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് മമ്മൂട്ടി പറഞ്ഞ മറുപടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്ന് മമ്മൂട്ടി പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയന് കൊടുക്കാൻ മമ്മൂട്ടി തയ്യാറല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് മമ്മൂട്ടിയോട് ഈ കൈരളി ചാനലിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നതിനോടൊക്കെ എനിക്ക് വിമർശനങ്ങളുണ്ട്. മമ്മൂട്ടി നിരന്തരം പിണറായി സർക്കാരിനോട് ഇടപെടുന്നതിനെ കുറിച്ചിട്ടും എനിക്ക് വിമർശനങ്ങളുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ മമ്മൂട്ടിയെ ഇന്നലെ വരെ ഉപയോഗിച്ചിട്ട് ഇന്ന് മമ്മൂട്ടിയെ മമ്മട്ടിയാക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വില കൊടുത്തും എതിർക്കാൻ നമുക്ക് ബാധ്യതയില്ല സുഹൃത്തുക്കളെ. മമ്മൂട്ടി പിന്തുണച്ചാൽ നല്ലവൻ, മമ്മൂട്ടി വിമർശിച്ചാൽ മമ്മൂട്ടിയെ അങ്ങ് സൈബർ ലിഞ്ച് ചെയ്ത് മമ്മൂട്ടി അങ്ങ് ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മമ്മൂട്ടിക്ക് ഒരു സുരക്ഷാ കവചം ഒരുക്കുക എന്നുള്ളതാണ് പിന്നെ ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മമ്മൂട്ടിയോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ CPM-ൻ്റെ ഈ കാളി കൂളി സംഘങ്ങൾ, തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയും പെങ്ങളെയും സഹോദരിയെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ കാളി കൂളികൾ മമ്മൂട്ടിക്കെതിരെ നടത്തുന്ന ഈ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഈ ആക്രമണത്തെ നമ്മൾ പിന്നെ അപലപിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും മമ്മൂട്ടിക്ക് എല്ലാവിധ സുരക്ഷ ഒരുക്കുകയും ചെയ്യേണ്ടത് കേരളത്തിലെ ഏതൊരു പൗരൻ്റെയും ചുമതലയാണ് എന്നാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.